ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. അപ്പം വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാവരും പോരെ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മുരുക ഭഗവാന്റെ വേലാണ്, ശൂലം എന്നൊക്കെ പറയും. അതിനായിട്ട് ഇതുപോലൊരു കാർഡ്ബോർഡ് നമുക്ക് വേണം. കാർഡ്ബോർഡിൽ ശൂലത്തിൻ്റെ ആകൃതിയിൽ വരച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ആ വരച്ച ഭാഗത്തൂടെ ഒരു നൈഫ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയ ബ്ലേഡ് ഉപയോഗിച്ചോ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്ന സമയത്ത് സ്ലിപ്പായി ഒന്ന് നമ്മുടെ കയ്യിൽ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം എല്ലാവരും ചെയ്യാൻ. നമ്മൾ കട്ട് ചെയ്ത ആ പീസ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്നുകൂടെ ഒന്ന് നൈഫ് വെച്ച് വൃത്തിയാക്കി എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് പേപ്പറൊക്കെ ഒട്ടിക്കുമ്പം ഒരു ഫിനിഷിംഗ് ഉണ്ടാകത്തില്ല. ഇതുപോലെ പല നിറത്തിലുള്ള A4 സൈസ് പേപ്പറുകൾ നമുക്ക് ഫാൻസി കടകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും. ഒരെണ്ണം 3 രൂപയൊക്കെ ഉള്ളൂ ഗൈസ്. എന്നിട്ട് ആ കട്ട് ചെയ്ത കാർഡ്ബോർഡ് എടുത്ത് അതിലേക്ക് വെച്ച് നമുക്ക് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഗൈസ്. ഞാനിവിടെ ഗോൾഡൻ കളർ പേപ്പറാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വച്ചേക്കുന്ന കാർഡ്ബോർഡ് കഷ്ണത്തിലേക്ക് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം 2 ഗോൾഡൻ കളർ പേപ്പറുകളാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നത്. അത് 2 സൈഡിലായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇതിൻ്റെ സൈഡിലത്തെ പോർഷനും നമുക്ക് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം ഗോൾഡൻ കളർ പേപ്പർ വീണ്ടും നമ്മൾ എടുക്കണം. എന്നിട്ട് ഒട്ടിക്കേണ്ട ഭാഗത്തിൻ്റെ അളവെടുത്തിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം കത്രിക ഉപയോഗിച്ച് അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. വീഡിയോ ഒരുപാട് ലോങ് ആക്കണ്ടെന്ന് വിചാരിച്ച് സൈഡ് ഒട്ടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഗൈസ്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ 1.5 അടി നീളത്തിലുള്ള ഒരു മരക്കഷ്ണം എടുക്കുക, ഒരു കമ്പ്. എന്നിട്ടൊരു കത്തി വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ മുകളിലറ്റത്തായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്ത കാർട്ടൂണിൻ്റെ പീസ് ഈ കമ്പിന് നടുവിലൂടെ ടൈറ്റായിട്ട് ഇറക്കി വെക്കുക. ഇനി ഈ കമ്പിലൊട്ടിക്കാനായിട്ട് കുറച്ച് പേപ്പർ കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം.
കട്ട് ചെയ്ത പേപ്പറിലേക്ക് ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. വേലിനകത്ത് നമ്മൾ 3 വര കണ്ടിട്ടില്ലേ, അത് കുറിയാണ്. ആ കുറി വരയ്ക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് മാസ്കിൻ ടേപ്പാണ്. മാസ്കിൻ ടേപ്പ് ഇല്ലെങ്കിൽ വെള്ള പേപ്പർ ആയാലും മതി. 1 ഇഞ്ചിൻ്റെ മാസ്കിൻ ടേപ്പാണ്. അത് 2ആയിട്ട് ഭാഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. രണ്ട് സൈഡിലേക്കായിട്ട് മൊത്തം 6 പീസാണ് നമുക്ക് വേണ്ടത്. ഓരോന്നും നമുക്ക് നിശ്ചിത അകലത്തിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇനിയാണ് ചെറിയൊരു ടാസ്ക്. നമ്മുടെ വേലിൻ്റെ നടുക്ക് വരുന്ന കുറിക്കകത്ത് റെഡ് കളറിലൊരു പൊട്ട് വരും, 2 സൈഡിലും വരും. അത് നമുക്ക് നല്ല റൗണ്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് ഞാനൊരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറേ ത്രികോണങ്ങളും റൗണ്ടുകളും ഒക്കെ ഉള്ളൊരു സ്കെയിലാണ്. അത് വെച്ചിട്ട് 2 റൗണ്ട് വരച്ച് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ 2 റൗണ്ടുകളും നന്നായി വെട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ഗം അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. കറക്റ്റ് സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെ ഒട്ടിക്കുക. അവസാനമായിട്ട് നമുക്ക് നമ്മുടെ വേലിന് ബലം കൂടാൻ വേണ്ടി ഇത്തിരി സൂപ്പർ ഗ്ലൂ പൊട്ടിച്ച് ആ തടി വരുന്ന ഭാഗത്ത് നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഗെയ്സ്, അങ്ങനെ നമ്മുടെ മുരുകവേൽ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.